ആദ്യമായി കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് പ്രണാമം. എന്തെല്ലാം മോഹങ്ങളോടെയായിരിക്കും അവർ ഇവിടെ നിന്നും പോയിരിക്കുന്നത്. വീട്ടിൽ അവരെ കാത്തിരിക്കുന്ന ഭാര്യമാരും മക്കളും വയസ്സായ അച്ഛനും അമ്മയും ഒക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ മനോഭാവം? അത് ഊഹിക്കാൻ പോലും പറ്റാത്തതാണ്. ഈ തീയിൽ വെന്ത് മരിച്ച മനുഷ്യർ, അത് വല്ലാത്ത മരണമാണ്. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഉരുകിയൊലിക്കുന്ന മരണം. വല്ലാത്ത കഷ്ടപ്പാടും വേദനയും നിറഞ്ഞ ആ മരണത്തിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞുപോയി. അവരുടെ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളുടെയും. എന്താണ് പറയുക? ദൈവത്തിന് ഇതൊന്ന് മാറ്റി വെച്ചുകൂടായിരുന്നോ? കഷ്ടപ്പെടുന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ എന്താണ് അങ്ങ് വിളിച്ചുകൊണ്ട് പോയത്? അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ. അവരുടെ കുടുംബാംഗങ്ങൾ ഈ ഹൃദയഭേദകമായ ഈ സന്ദർഭം അവർക്ക് അതിജീവിക്കാൻ കഴിയട്ടെ. ഇങ്ങനെ കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ കുടുംബത്തിൽ ആഹാരവും നല്ല പ്രൊട്ടക്ഷനും കിട്ടാതെ കഷ്ടപ്പെടുന്ന പല പ്രവാസികളുടെയും ഭാര്യമാർ സീരിയലുകളിലൂടെയും മറ്റും കാണുന്ന ആ അവിഹിത ബന്ധങ്ങളിൽ പെട്ട് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും കാണുന്ന ആൾക്കാരുടെ പുറകെ പോവുകയും കുഞ്ഞുങ്ങളെ വലിച്ചെറിയുകയും ചെയ്യുന്ന രംഗങ്ങളുമുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ അവിടെ കഷ്ടപ്പെടുകയാണ്. ചില സമയം അവർക്ക് വെള്ളം കിട്ടുന്നില്ല. നിങ്ങൾക്കറിയില്ല അവിടുത്തെ ദയനീയമായ ആ കാഴ്ച. അപ്പോൾ എല്ലാവരും അവരവരുടെ വെളിയിലുള്ള ഭർത്താക്കന്മാർക്ക് വേണ്ടിയും സഹോദരന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ.